വിദ്യേ വിദ്യേ ആ അത് വരണോ? ലേശം വെള്ളം എടുത്തോ. ആ ഒരുപാട് ദാഹിച്ച വെള്ളത്തിന്. ഞാനൊന്ന് കുളിക്കാം. മതിയോ? വേണോ? ഓ ഭയങ്കര ദാഹായല്ലോ. മോട്ടർ ഉണ്ടായിരുന്നില്ല. അയ്യോ മോട്ടറല്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ മോട്ടർ ഇടാൻ പറ്റിയില്ല. ചൂട് എന്തേ ഭയങ്കര ചൂട്. വിശക്കുണ്ടോ? വിശക്കണമൊന്നുമില്ല, ഭയങ്കര ചൂട്. അതെ, ഇന്നത്തേക്കും കൂടെയുള്ള മരുന്നേ ഉള്ളൂ. നാളേക്ക് എന്താ ചെയ്യാം? അമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് എന്തോ കാശിന്റെ കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇന്നലെ പണിയെടുത്തതിന്റെ. അതേറ്റ് വരാന്നാ പറഞ്ഞത്. പക്ഷെ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാം? മരുന്ന് മുടക്കാൻ പറ്റില്ല. 1-2 ദിവസം മുടങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ടപ്പോ എന്താ ചെയ്യാ? മുടക്കാൻ പറ്റില്ല. ആ മാരാരുടെ അടുത്തുനിന്ന് ഇത്രയും കൂടെ കാശ് മേടിച്ചാലോ? അത് വേണ്ട. പിന്നെ എന്റെ ഒരു സുഹൃത്തുണ്ട്. ആര്? അവൻ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാ. ഗൾഫിലെവിടെയായിരുന്നു തോന്നുന്നു. മറ്റേ പ്രദീപനാ? ആ അതന്നെ. ഇപ്പൊ ഇവിടെ ഉണ്ടോന്നാവോ? അതൊരു കോഴിയാണ്. ചിലപ്പോ വല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒക്കെ ആവും. ഒന്ന് വിളിച്ചു നോക്കാം, സഹായിക്കും. ഏട്ട സംസാരിക്കോ? നീ സംസാരിച്ചാ മതി, കുഴപ്പമൊന്നുമില്ല. ഓ അങ്ങനെ ഒരാളാണിച്ചിട്ട് അങ്ങനെ എന്നോടൊന്നും അങ്ങനെ ഇല്ലാതെ. ഫോൺ എന്തേ? കുട്ടി അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ നോക്കട്ടെ, ഫോൺ എടുത്തിട്ട് വരാം. അവനോട് ഇന്ന് ഗെയിം വിളിക്കായിരുന്നു. നമ്പർ എന്താ സേവ് ചെയ്തിരിക്കണേ? പ്രദീപ് എടപ്പാളുന്നുണ്ടാവും. UAE കൂടി ഉണ്ടാവും, ചിലപ്പോ എഴുതിയിട്ടുണ്ടാവും. 2 നമ്പർ ഉണ്ടോ? അല്ല, ഇനിയിപ്പോ എന്താ എഴുതിയെന്ന് എനിക്ക് ഓർമ്മയില്ല. നോക്കട്ടെ. പ്രദീപ് എടപ്പാള് UAE ഉണ്ട് ബ്രാക്കറ്റില്. ഈ സംസാരിച്ചാ മതി. എന്റെ ഭാര്യയാണ് പറഞ്ഞോളാം. ഹലോ, പ്രദീപ് ഏട്ടനല്ലേ? ഞാൻ മനോജിന്റെ വൈഫാ. താണിക്കത്തെ. അതെ അതെ. പ്രദീപ് ഏട്ടൻ ഇവിടെ നാട്ടിലുണ്ടെന്ന് വിചാരിച്ചിട്ടാ ഈ നമ്പറിൽ വിളിച്ചത്. അത് പെട്ടെന്ന് പോയില്ല. ഗൾഫിലേക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പൊ നാട്ടിലുണ്ടല്ലേ? ഏട്ടനൊന്ന് കാണണം പറയണ്ട്. എവിടെ? ഇവിടെ അടുത്തുണ്ടോ? മരിച്ചു കൊടുത്തിട്ട്. അതെ. എന്നാ ഒന്ന് ഇത്രടം വരെ വരോ? ശരി, വരാം. ചിലപ്പോ വരും. ചായ എന്തെങ്കിലും കൊടുക്കണം. കട്ടൻ മാത്രമേ ഉള്ളൂ എന്നാ ഞാനിപ്പോ വരാം. ചോറടുപ്പത്തുണ്ട്. ഇനി എന്തേലും വേണോ? ഒന്നും വേണ്ട. എന്നാ ഒന്ന് ഉറങ്ങിക്കോ. മനോജെ, എന്താണ് പാട്? അവിടെ ഷൂ ഉണ്ടാവും. എന്താണ് അവസ്ഥ? കുഴപ്പമൊന്നുമില്ലല്ലോ? പിന്നെ ഞാൻ അപ്പുറത്ത് വന്നതാ. ഇവിടുന്ന് അവിടുന്ന് 3ാമത്തെ വീടല്ല എന്റെ. ഈ അപ്പൊ സുരേഷ് മരിച്ചറിഞ്ഞില്ല? അറിയൊക്കെ ചെയ്തു. പോകാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോ കുറച്ച് നേരത്തെ അറിഞ്ഞത്. അപ്പൊ വേഗം ഒന്ന് ഓടി വന്നതാ. വല്ലാത്തൊരവസ്ഥയാണ് ട്ടോ, കാണാൻ വയ്യ. എന്താ ചെയ്യണ? ചെറുപ്പത്തിൽ തന്നെ 3 മക്കളും ഉണ്ട്. 3 ചെറിയ കുട്ടികള്. ഒക്കെ അറിയാം. ഇനിയിപ്പോ എങ്ങനെ ജീവിതമൊക്കെ ഉണ്ടാവുക പോലെ? നമ്മളെ കൊണ്ട് പറ്റണ പോലെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കാല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. എന്താണ് മരുന്നൊക്കെ വാങ്ങലില്ലേ, കഴിക്കലില്ലേ? കഴിക്കുന്നുണ്ട്. ഞാൻ എന്നെ ഒന്ന് വിളിക്കണോ വിചാരിച്ചിരുന്നു. 2 ദിവസമായി ഇങ്ങനെ വിചാരിക്കണു.
എന്തായിരുന്നു കാര്യം? ഞാൻ എന്തായാലും 2-3 ദിവസമായിട്ട് ഒന്നുകൊണ്ട് വരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നടന്നില്ല. അപ്പൊ ഇനിയിപ്പോ ഏതായാലും ഇപ്പൊ ഒന്ന് വന്നപ്പോ അതിലിടയ്ക്ക് ഈ വിളിക്കും ചെയ്തല്ലോ. അപ്പൊ നന്നായി. എന്തേലും അത്യാവശ്യം എന്തേലും ഉണ്ടായിരുന്നാ? ഒന്നുമില്ല, ഒന്ന് കാണാനേ. വിദ്യേ വിദ്യേ അത് വൈഫാ? ആ, എന്റെ വൈഫിന്റെ പേര് വിദ്യ എന്നാണല്ലേ? ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. വിദ്യേ ഞാൻ കണ്ടില്ല ആളെ. വന്നാ